എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. എൻ്റെ 42ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ടൈപ്പ് സെൻറ്റൻസ് പഠിച്ചു. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് സെൻറ്റൻസ് ആണ് പഠിക്കാനുള്ളത്. അതൊരു തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് സെൻറ്റൻസ് നന്നായി അറിഞ്ഞിരുന്നാൽ എളുപ്പമാണ് സെക്കൻഡ് ടൈപ്പ് സെൻറ്റൻസ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ടൈപ്പിൻ്റെ പ്രത്യേകത നിങ്ങളോട് പറഞ്ഞിരുന്നു. സ്ട്രക്ചർ എന്താണ്, എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അതിനി ഇനിയുമുള്ള വാചകങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വളരെ സ്പീഡിൽ ഒന്ന് അത് റിവൈസ് ചെയ്യാം. നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചു ടൈപ്പ് 1 സെൻറ്റൻസിൻ്റെ ക്രമം സബ്ജക്റ്റ് 1 വരും, വെർബ് 2 വരും, പിന്നെ അഡ്വേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം വെച്ച് മൂന്നാമതായിട്ട് വരണം. രണ്ടെണ്ണെങ്കിൽ 3, 4 എന്ന ക്രമത്തിൽ വരും. 3 ഉണ്ടെങ്കിൽ 3, 4, 5 അങ്ങനെ പോകുമെന്ന് നമ്മൾ പഠിച്ചു. ഒറ്റ വാചകം നോക്കുക. ഉദാഹരണത്തിന് ഈ വാചകം നോക്കുക. ആ ഒഴിവു ദിനത്തിൽ രാജൻ അവന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നന്നായി ഉറങ്ങി എന്നൊരു വാചകത്തെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? 3 സ്റ്റെപ്പാന്ന് പറഞ്ഞു അല്ലേ? വാക്യഭാഗങ്ങളായി തിരിക്കുക. അതിൽ എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ വാക്യഭാഗങ്ങൾ ഇംഗ്ലീഷിന്റെ ക്രമത്തിൽ എഴുതുക. അതിനുശേഷം ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? വാക്യഭാഗങ്ങളെ തിരിക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചു. ആദ്യം എന്ത് ചെയ്യുക? എങ്ങനെ തിരിക്കേണ്ടത്? ആദ്യം നമ്മൾ വെർബ് കണ്ടുപിടിക്കുക. വെർബ് ഉറങ്ങി എന്നാണ്. അപ്പോൾ ആ വെർബ് ഉറങ്ങി കണ്ടുപിടിച്ചാൽ അത് 2 എന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം അത് ചെയ്തത് ആരാന്ന് ചോദിക്കുക. സബ്ജക്റ്റ് കിട്ടും. അത് 1 എന്ന് മാർക്ക് ചെയ്യുക. പിന്നെ എങ്ങനെ ഉറങ്ങി, അത് അഡ്വർബാണ്. നന്നായി ഉറങ്ങി, അപ്പൊ അതിന്റെ ഇതിൽ കട്ട് ചെയ്തിട്ട് 3 എന്ന് മാർക്ക് ചെയ്യുക. എവിടെ ഉറങ്ങി, അപ്പൊ അത് അഡ്വർബാണ്. അത് നമ്മൾ അവന്റെ സുഹൃത്തിന്റെ വീട്ടിൽ, അവിടെ മാർക്ക് ചെയ്യുക. 4 എന്ന് മാർക്ക് ചെയ്യുക. എന്ന് എപ്പോൾ ഉറങ്ങി, അത് അഡ്വർബാണ്. ആ ഒഴിവു ദിനത്തിൽ, അതിപ്പോ ആ അഡ്വർബിന് 5 എന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ ആണ് ഇംഗ്ലീഷിന്റെ ക്രമം. എന്നിട്ട് അതൊന്നും ഇംഗ്ലീഷിന്റെ ക്രമത്തിൽ എഴുതുക. 2ാം സ്റ്റെപ്പിൽ ആദ്യം വരും സബ്ജക്റ്റ് 1 വരും, രാജൻ എഴുതി. 2ാമത് വെർബ് വരും, ഉറങ്ങി വരും. പിന്നെ 3ാമത് നന്നായി, പിന്നെ അതൊരു അഡ്വർബ്. പിന്നെ അവന്റെ സുഹൃത്തിന്റെ വീട്ടിൽ, അത് 4ാമത് മറ്റൊരു അഡ്വർബ്. പിന്നെ ആ ഒഴിവു ദിനത്തിൽ, അത് മറ്റ് ഒരു അഡ്വർബ്. 5ാമത് ഇത് അഡ്വർബ്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്യും. രാജൻ എന്നുള്ളതിന് രാജൻ, ഉറങ്ങി സ്ലെപ്റ്റ്, നന്നായി എന്നുള്ള വെല്ല്, അവന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഇൻ ഹിസ് ഫ്രണ്ട്സ് ഹൗസ്, ആ ഒരു ദിനത്തിൽ ഓൺ ദാറ്റ് ഹോളിഡേ. അപ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇത് 1ൽ കൂടുതൽ അഡ്വർബുകൾ വരുന്നതാണ്. ഇതിൽ 3 അഡ്വർബ് എന്നുണ്ട്. വെല്ല്, ഇൻ ഹിസ് ഫ്രണ്ട്സ് ഹൗസ്, ഓൺ ദാറ്റ് ഡേ. അങ്ങനെ വരുന്ന പക്ഷം നമ്മൾ ഒരു എന്താണ് ടെക്നിക്ക് എന്നും പറഞ്ഞു തന്നു അല്ലേ? അത് നിങ്ങളോട് പറഞ്ഞു. ഇത് എന്തിനെ കുറിക്കുന്നതാണ്? ഇത് നന്നായി എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം ഹൗ അല്ലേ? മാനർ എന്ന് പറയും, അഥവാ മാനറിനെ കുറിക്കുന്നത്. ഹൗ, ഏത് രീതി, അതായത് രീതി കുറിക്കുന്നത്. ഇത് എവിടെ, വേർ, അതായത് സ്ഥലത്തെ കുറിക്കുന്നത്. സ്ഥലം, പ്ലേസ്, സ്ഥലം. പിന്നെ 3ാമത് ഓൺ ദാറ്റ് ഡേ, അത് വെൻ, എപ്പോൾ. അത് ടൈം, സമയം. അപ്പോ 3 ഭാഗം ഉണ്ടായിരിക്കുക. ഇതിൽ 3 തരത്തിലുള്ള അഡ്വർബാണുള്ളത്. ഒന്ന് രീതിയെ കുറിക്കുന്നത്, വെൽ, എങ്ങനെ. പിന്നെ എന്നുള്ളത് എവിടെ എന്നതിനെ കുറിക്കുന്നത്, പ്ലേസ്, അത് സ്ഥലത്തെ കുറിക്കുന്നത്. പിന്നെ ഒന്ന് സമയത്തെ കുറിക്കുന്നത്. അപ്പോ ഇതില് മാനർ ആദ്യം എഴുതണം. പിന്നെ പ്ലേസിനെ കുറിക്കുന്നത് 2ാമത്, അതിനുശേഷം എഴുതണം. ഏറ്റവും ഒടുവിൽ ടൈമിനെ കുറിക്കുന്ന എഴുതണം. ഇതാണ് അതിന്റെ. അതായത് ഇപ്പൊ ഒരു ഓർമ്മയ്ക്കാനായിട്ട് മാനറിന്റെ ഫസ്റ്റ് അക്ഷരം എമ്മും, പ്ലേസിന്റെ ആദ്യക്ഷരം പിയും, ടൈമിന്റെ ആദ്യക്ഷരം ടിയുമാണ്. അപ്പൊ MPT എന്ന് ഓർമ്മിച്ചാൽ മതി.
അപ്പോൾ ഈ വാചകത്തിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ അഡ്വർബ് ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഓർമ്മ വയ്ക്കുന്ന നല്ലതാണ്. എന്താണ്? മാനർ, രീതി ആദ്യം എഴുതുക, അതിന് ശേഷം പ്ലേസ് എഴുതുക, സ്ഥലത്തെ കുറിക്കുന്നത് അഡ്വർബ് എഴുതുക, പിന്നെ ടൈമിനെ കുറിക്കുന്ന MPT എന്നൊരു മെത്തേഡ് ഫോളോ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി എളുപ്പമുണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ തന്ത്രം. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ നോക്കുക, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത് മറ്റൊരു ടൈപ്പ് സെന്റൻസ് ആണ്. ടൈപ്പ് സെക്കൻഡ് ടൈപ്പ് സെന്റൻസ്. ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതായത് ഫസ്റ്റില് ഈ സബ്ജക്റ്റ് തന്നെ, ഇതിലും സബ്ജക്റ്റ് തന്നെയാണ് ഫസ്റ്റ് വരിക. അത് വരിക സബ്ജക്റ്റ് ആണ്. അതായത് NP തന്നെയാണ് വരിക, നൗൺ ഫ്രേസ് തന്നെയാണ് വരിക. നൗൺ ഫ്രേസിന് NPനെ ചുരുക്കി എഴുതുള്ളൂ, നൗൺ ഫ്രേസ് ആണ് വരിക. ഇനി രണ്ടാമത് വരിക ഏതില്? നേരത്തെ അതിൽ വന്നത് തന്നെയാണ് വരിക. രണ്ടാമത് വരിക എന്താണ്? വെർബ് തന്നെയാണ്. ഇനി മൂന്നാമത് വരിക ഇതില് ഓബ്ജക്റ്റ് ആണ് വരിക. അത് NP തന്നെയായിരിക്കും, നൗൺ ഫ്രേസ്. സബ്ജക്റ്റ് എഴുതുന്ന അതേ തന്നെയാണ് അത് വരിക. നൗണോ നോൺ ഫ്രേസ് ആണ്, ഒരു ഓബ്ജക്റ്റ് ആണ് വരിക. അതായത് ഇതില് ഓബ്ജക്റ്റ് ആണ് വരിക, അത് കർമ്മമാണ് വരിക. അത് ഒരു NP ആയിരിക്കും, നൗണോ നോൺ ഫ്രേസോ ആയിരിക്കും. അതുകൊണ്ട് NPനെ എഴുതുക. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ അഡ്വർബിയൽസ്, നാലാമതാണ് അഡ്വർബിയൽസ് വരിക. ഇതില് അഡ്വർബിയൽസ് 4. അത് അഡ്വർബ്, അതായത് 4 അഡ്വർബ്, ഒന്നിൽ കൂടുതലെങ്കിൽ 4 ഒരു അഡ്വർബ് വരും. പിന്നെ മറ്റൊരെണ്ണം അഞ്ചാമതായിട്ട് വരും. പിന്നെയും കൂടുതലെങ്കിൽ അത് 6 വരും. അങ്ങനെ അഡ്വർബുകൾ ഇങ്ങനെ തുടർന്ന് വരും ലാസ്റ്റിൽ. അപ്പൊ ഏറ്റവും ലാസ്റ്റിൽ വെക്കേണ്ടത് അഡ്വർബുകളാണ്. ഫസ്റ്റ് വെക്കേണ്ടത് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന നൗൺ ഫ്രേസ് വയ്ക്കുക, പിന്നെ വെർബായിട്ട് വരുന്ന പദങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് വയ്ക്കുക, പിന്നെ ഓബ്ജക്റ്റ് അതായത് കർമ്മം, അതായത് ക്രിയയെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ക്രിയയ്ക്ക് വിധേയമാകുന്ന നാമത്തെ കുറിക്കുന്ന പദം ആണ് എഴുതേണ്ടത്. അതായത് നൗണോ നൗൺ ഫ്രേസോ എഴുതണം ഓബ്ജക്റ്റ് ആയിട്ട് എന്നർത്ഥം. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മം എന്ന് മലയാളത്തിൽ പറയുന്ന ആ സാധനം. അഡ്വർബിയൽസ് എഴുതുക, അത് 0 തൊട്ട് എത്ര വേണമെങ്കിൽ, ചിലപ്പോൾ അഡ്വർബിയൽസ് ഒന്നുമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരെണ്ണം വരാം, അല്ലെങ്കിൽ 2 എണ്ണം വരാം, അങ്ങനെ എത്ര വേണമെങ്കിലും വരാം. അപ്പൊ ഇത് 3 ഭാഗം, ഏറ്റവും കുറഞ്ഞത് ഈ ടൈപ്പ് സെന്റൻസിൽ 3 ഭാഗം ഉണ്ടായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, പിന്നെ അഡ്വർബ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതുക. ഇതാണ് അതിന്റെ ക്രമം. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതായിട്ട് ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. കാരണം എന്താ? ഇതില് ഈ ഓബ്ജക്റ്റ് എന്നൊരു ഭാഗം ഇല്ല. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് അഡ്വർബിയൽസ് എഴുതുന്നു. ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഓബ്ജക്റ്റ് കഴിഞ്ഞിട്ടേ അഡ്വർബിയൽസ് എഴുതാൻ പാടൂ എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഞാൻ തൽക്കാലം ഈ വാചകം തന്നെ നമുക്ക് ഈ ടൈപ്പിൽ വാചകമാക്കി മാറ്റുകയാണ്. നമ്മൾ ഒരു ചെറിയ ഇത് കളയുക. അപ്പൊ നമ്മൾ ഈ ടൈപ്പ് 2 സെന്റൻസ് നമുക്ക് ഒരെണ്ണം ഉദാഹരണമായിട്ട് എഴുതി നോക്കാം. ഇപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ച സെന്റൻസ് തന്നെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒരു അഡ്വർബ് നമ്മൾ കളഞ്ഞു, അതിനുള്ളത്. കാരണം എന്താ വെച്ചാൽ വാചകത്തിന് നീളം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാവും. അത് കാരണമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിന് പകരം അവിടെ ഒരു ഓബ്ജക്റ്റ് വെച്ചു. അപ്പൊ വാചകം ഇങ്ങനെയായി മാറി. ആ ഒഴിവു ദിനത്തിൽ രാജൻ അവന്റെ സുഹൃത്തിന്റെ വീട്ടിൽ അവന്റെ മകനെ ഉറങ്ങി എന്നുള്ളത് മാറ്റി ഉറക്കി. അപ്പൊ ആദ്യ വാചകം രണ്ടാമത്തെ വാചകം നമ്മൾ ചെറിയൊരു വ്യത്യാസം നമ്മൾ നോക്കുക. ഉറങ്ങി എന്നുള്ളത് ഉറക്കി എന്നായി മാറ്റിയിട്ടുണ്ട്. ഉറങ്ങി എന്നുള്ളത് ഉറക്കി എന്നായി മാറ്റിയിട്ടുണ്ട്. അതാണ് ഒരു മാറ്റം വന്നത്. നേരത്തെ ഓബ്ജക്റ്റ് ഉണ്ടായിരുന്നില്ല. അത് കുട്ടിയെ, അവന്റെ മകനെ എന്ന ഓബ്ജക്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതിൽ അതിൻ്റെ മകനെ എന്ന ഓബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പൊ ഇതേ വാചകത്തില് ചെയ്ത ആളുണ്ട്, അനുഭവിച്ച ആളുണ്ട്. നമ്മളറിയാം ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒന്ന് വിധേയപ്പെടുന്ന ആള് അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആള്. നമ്മൾ സാധാരണ ഉപയോഗിക്കാവുന്നത് ഉള്ള ഒരു വാചകം ഇതാണ്: രാമൻ രാവണനെ കൊന്നു. അതിൽ കൊന്നു എന്നുള്ള ക്രിയ, ചെയ്ത ആള് രാമൻ, വിധേയപ്പെട്ട ആൾ, അതിനെ അനുഭവിച്ച ആള് കർമ്മം. അത് മനസ്സിലാക്കാൻ അതാണ് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്നത്. അപ്പോൾ അതിൽ കർമ്മം രാവണനാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം നമ്മൾ അതിന് വിധേയപ്പെട്ട ആളെന്നതാണ് എന്നുള്ളത്. അധ്യാപകൻ കുട്ടിയെ അടിച്ചു. അപ്പോൾ അടിച്ചു എന്നുള്ളത് വെർബും, ചെയ്തത് അധ്യാപകനും, അത് കിട്ടിയ ആൾ, അനുഭവിച്ച ആൾ കുട്ടിയുമാണ്. പാമ്പ് തവളയെ വിഴുങ്ങി. പാമ്പ് വിഴുങ്ങി എന്നുള്ളത് ക്രിയ, ചെയ്ത ആള് പാമ്പ്, ചെയ്ത ജീവി, അത് അനുഭവിച്ച ജീവി, അത് തവള. അത് അപ്പോൾ തവള എന്നുള്ളത് അതിൽ ഒബ്ജക്റ്റ് ആണ് എന്ന് പറയും. നമ്മളത് പഠിച്ചിട്ടുണ്ട്. അത്രയും നമ്മളിത് വിശദീകരിക്കുള്ളൂ. ഇതൊക്കെ മുമ്പ് വിശദീകരിക്കലാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയയ്ക്ക് വിധേയപ്പെടുന്ന ആള്, ക്രിയയ്ക്ക് അടിമപ്പെടുന്ന ആള്, അല്ലെങ്കിൽ ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആള്, ആ പ്രവൃത്തി അനുഭവിക്കേണ്ടി വരുന്ന ആൾ എന്നൊക്കെ പറയാം. അതാണ് ഓബ്ജക്റ്റ് എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിൽ ഉറക്കി എന്നുള്ളതാണ് വെർബ് എന്ന് മനസ്സിലായി. അപ്പോൾ വെർബ് കിട്ടിക്കഴിഞ്ഞു. അത് രണ്ടാമത് തന്നെ എഴുതുക ഇതിലും. ഇനി ആരാണ് ചെയ്തത്? രാജനാണ് ചെയ്തത്. രാജനാണ് ചെയ്തത്. അപ്പൊ രാജൻ ആണത് സബ്ജക്റ്റ്. അത് ഒന്ന്. അപ്പോൾ ഒന്ന് രണ്ട് കിട്ടി. ഇനി മൂന്ന് ഏതാ വരും ഈ വാചകത്തിൽ? ഓബ്ജക്റ്റ് ഉള്ള വാചകത്തിൽ മൂന്നാമതായിട്ട് ഓബ്ജക്റ്റ് വരണം. എന്താണ്? മൂന്നാമതായിട്ട് ഓബ്ജക്റ്റ് വരണം. അപ്പൊ അത് എന്താണ് അതിൻ്റെ ഇതിൽ? ഹിസ് സൺ, ഹിസ് സൺ, അവൻ്റെ മകനെ, അവൻ്റെ മകനെ എന്നുള്ളതാണ്. അത് മൂന്നാമത് വരണം. അവൻ്റെ മകനെ എന്നുള്ളത് മൂന്നാമത് വന്നു. ഇനി എവിടെ ഉറക്കിയേ, എങ്ങനെ ഉറക്കിയെന്നുള്ള അതിലില്ല. എവിടെ ഉറക്കിയെന്നുള്ളൂ. അവൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ, അതൊരു അഡ്വർബ്. അപ്പോൾ അഡ്വർബുകൾ പിന്നെ തുടങ്ങണം. ഇത് പ്ലേസിൻ്റെയാണ് പിന്നെ അത് വരേണ്ടത്. കാരണം എങ്ങനെയാന്നുള്ളത് ഇല്ല. അപ്പോൾ പ്ലേസിൻ്റെയാണ് പിന്നെ വെക്കേണ്ടത്. അപ്പോൾ അവൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നാലാമത്. എപ്പോൾ, സമയത്ത് കുറിക്കുന്ന ഏറ്റവും ഒടുവിലാണ് വെക്കുക. അപ്പോൾ അതിൽ ഒടുവ് ദിനത്തിൽ എന്നുള്ളത് എപ്പോഴും ചോദ്യത്തിന് ഉത്തരം. അപ്പോൾ അത് ആയിരുന്നു ലാസ്റ്റ് വെക്കേണ്ടത്. അത് അഞ്ചാമത് വെക്കുക. അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിന്റെ ക്രമത്തിലാക്കുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് രാജൻ എന്ന്. മലയാളത്തിൽ തന്നെ മലയാള വാചകം തന്നെ ഇംഗ്ലീഷിന്റെ ക്രമത്തിൽ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും വാചകം? ആദ്യം രാജ്യൻ, പിന്നെ രണ്ടാമത് വരും ഉറക്കി, പിന്നെ ആരെ ഉറക്കി? അവൻ്റെ മകൻ, ഹിസ് സൺ, അവൻ്റെ മകനെ, അത്. പിന്നെ അവൻ എവിടെ ഉറക്കി? സുഹൃത്തിൻ്റെ വീട്ടിൽ. എന്നാ ഉറക്കിയത്? ആ ഒഴിവു ദിനത്തിൽ. അപ്പോൾ ഈ ലാസ്റ്റ് കണ്ടല്ലോ, അവസാനമാണ് രണ്ട് അഡ്വർബുകൾ വന്നിട്ടുള്ളത്. അതായത് ഓബ്ജക്റ്റിന് ശേഷം അങ്ങനെ എഴുതുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഭാഗത്തിന് തർജ്ജമ വരും. രാജൻ്റെ ചെയ്തി, പിന്നെ ഉറക്കി എന്നുള്ളതിൻ്റെ തർജ്ജമ വരും, പിന്നെ ഓബ്ജക്റ്റിൻ്റെ തർജ്ജമ ഹിസ് സൺ എഴുതി. അതിന് ശേഷം ആണ് എന്ത് എഴുതുന്നത്? അവൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ എന്നുള്ള അഡ്വർബിൻ്റെ തർജ്ജമയായ ഇൻ ഹിസ് ഫ്രണ്ട്സ് ഹൗസ് എന്ന് എഴുതുന്നത്. അതിന് ശേഷമാണ് അതിലെ സമയത്തെ കുറിക്കുന്ന അഡ്വർബായ ആ ഒരു ദിനത്തിൽ എന്ന തർജ്ജമ എഴുതുന്നത്. ഏറ്റവും അവസാനം ഓൺ ദാറ്റ് ഹോളിഡേ. അങ്ങനെ എഴുതിയാൽ ഇതിൻ്റെ ട്രാൻസ്ലേഷനായി. ഇതാണ് ഇത്. അപ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ. മൂന്നാമത്, അതായത് വെർബ് കഴിഞ്ഞതിന് ശേഷം ഓബ്ജക്റ്റ് വയ്ക്കുക. ഓബ്ജക്റ്റ് ഉള്ള വാചകമാണെങ്കിൽ അതിന് ശേഷമേ അഡ്വർബ് എഴുതാൻ പാടൂ. ഇത്രയേ അതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ വാചകം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ വാചകം വളരെ എളുപ്പമാണ്. അതായത് ഒന്നാമത്തെ വാചകത്തിൽ വെർബ് കഴിഞ്ഞാൽ അഡ്വർബ് സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ ഓബ്ജക്റ്റ് ഇല്ലാത്ത കാരണമാണ്. ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഓബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം അഡ്വർബ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അതിന് ശേഷം അഡ്വർബ് ഓരോന്നോരോന്നായിട്ട് എഴുതുക. അപ്പം അത്രേ പഠിക്കാനുള്ളൂ. അത് മനസ്സിലായില്ലോ? ഇനി അഡ്വർബുകളെ കുറിച്ചാണ് കൂടുതൽ പഠിക്കാനുള്ളത്. കാരണം എന്താണെങ്കിൽ ഇതിൽ രണ്ടാമത്തെ ടൈപ്പ് വാചകങ്ങളിൽ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് കഴിഞ്ഞാൽ അഡ്വർബുകൾ വരിക. ഫസ്റ്റിൽ രണ്ടാമത്തെ ടൈപ്പിൽ വെർബ് കഴിഞ്ഞാൽ അഡ്വർബുകൾ വരിക. പക്ഷേ ഈ അഡ്വർബുകൾ ക്രമമാണ് നമ്മൾ ഒരു മെയിനായിട്ട് ക്രമം പറഞ്ഞു. എന്താണ്? മാനർ, രീതിയെ കുറിക്കുന്നത് ആണ് അഡ്വർബ്. ഈ അഡ്വർബ് സ്റ്റാർട്ടിങ്ങിൽ എഴുതുക, ഏറ്റവും ആദ്യം എഴുതേണ്ട അഡ്വർബ്. പിന്നെ അതിന് ശേഷം ഏതിനെ കുറിക്കുന്നതായിരിക്കും എഴുതേണ്ടത്? സ്ഥലത്തെ കുറിക്കുന്നത്, പ്ലേസ്. അതിന് ശേഷം സമയത്തെ കുറിക്കുന്നത് എഴുതുക എന്നൊരു. അത് മാനർ,
പ്ലേസ് ടൈം. അതായത് അതിനെ ചുരുക്കി അതിൻ്റെ ആദ്യ അക്ഷരം എടുക്കുകയാണെങ്കിൽ മാനറിൻ്റെ എം, പ്ലേസിൻ്റെ പി, ടൈമിൻ്റെ ടി, MPT എന്ന ക്രമം നിങ്ങൾ ഉറപ്പിക്കുക. അപ്പം അത് എഴുതാം. പിന്നെ ഉള്ളത് വേറെ കുറച്ചുകൂടി അഡ്വാൻസ് വീട്ടിൽ സമയത്തെ കുറിക്കുന്ന അഡ്വർബുകൾ ഒന്നിൽ കൂടുതലുകൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ സ്ഥലത്തെ കുറിക്കുന്ന അഡ്വർബുകൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിലോ, അത് രീതിയെ കുറിക്കുന്നത് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ കൂടുതലെങ്കിൽ എങ്ങനെ വെക്കണം എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇനി വിശദമായിട്ട് പഠിക്കാം. അതാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ അഡ്വർബുകൾ വരുന്ന സ്ഥിതിയിൽ, അതായത് ഏതിനെ സമയത്തെ കുറിക്കുന്നതിന് ഒന്നിൽ കൂടുതൽ വരിക, സ്ഥലത്തെ കുറിക്കുന്നതിനാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വരിക, അല്ലെങ്കിൽ രീതിയെ കുറിക്കുന്ന ഒന്നിൽ കൂടുതൽ വരിക, അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ ഏതേത് ആദ്യം സെലക്ട് ചെയ്ത് എഴുതണം എന്നൊരു സംശയം വരാറുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതാണ് നമുക്ക് പഠിക്കാൻ പോണത്. അപ്പോൾ അഡ്വർബുകൾ കുറച്ചുകൂടി വിശദമായി പഠിച്ച ഈ വാചകം ക്ലിയർ ആയിട്ട് എഴുതാനായിട്ട് നിങ്ങൾക്ക് കിട്ടും. നമുക്കത് നോക്കാം. അപ്പോൾ അഡ്വർബുകളെ കുറിച്ചാണ് ഇനി നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുട്ടികൾക്ക് സാധാരണ പറഞ്ഞ സംശയമാണ്. ഇപ്പോൾ ടൈമിനെ കുറിക്കുന്ന അഡ്വർബ് തന്നെ ഒന്നിൽ കൂടുതൽ വരുന്ന പക്ഷം എങ്ങനെയാണ്, ഏത് ക്രമത്തിലാണ് അവൻ എഴുതുക? അങ്ങനെ വരാം ഇല്ലേ? ഇപ്പൊ ഒന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നലെ രാവിലെ 10 മണിക്ക് തൃശ്ശൂർ ജില്ലയിൽ കണിമംഗലത്ത് പനമുക്കിൽ ഒരു പുതിയ പാലം ഉദ്ഘാടനം ചെയ്തു എന്നൊരു വാചകം എടുക്കുക. അങ്ങനെ വാചകത്തിൽ സമയത്തെ കുറിക്കുന്ന അഡ്വർബ് എത്ര ഉണ്ട്? ഇന്നലെ, രാവിലെ, 10 മണിക്ക്. 3 അഡ്വർബുകളുണ്ട്. സമയത്തെ കുറിക്കുന്ന അഡ്വർബുകൾ തന്നെ 3 ഉണ്ട്. നമ്മൾ പഠിച്ചെന്ത്? സമയത്തെ കുറിക്കുന്ന അഡ്വർബുകൾ എവിടെയാണ് വെക്കുക? ഏറ്റവും അവസാനം അല്ലേ? വാചകത്തിന്റെ ഏറ്റവും അവസാനമാണ് ഇംഗ്ലീഷിൽ അവിടെ സ്ഥാനം. പക്ഷെ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ തന്നെ അവയിൽ ഏതേത് ആദ്യം വെക്കും? മലയാളത്തിലെ ഏറ്റവും എങ്ങനെയാ വെച്ചിട്ടുള്ളതെന്ന് നോക്കുക. എങ്ങനെയാ വെച്ചിട്ടുള്ളത്? ഇന്നലെ രാവിലെ 10 മണിക്ക്. ഇന്നലെ എന്ന് പറയുന്നത് ഒരു ദിവസം മുഴുവനാ, ഒരു ദിവസം അല്ലേ? അതിലെ ചെറിയ ഭാഗമാണ് രാവിലെ. ആ രാവിലെ എന്നതിലൊരു ചെറിയ ടൈമാണ് എന്ത്? 10 മണി അല്ലേ? അപ്പൊ നമ്മൾ മലയാളത്തിൽ ഏറ്റവും ആദ്യം വലിയ സമയം വെക്കുന്നു, അതിനുശേഷം ശേഷിക്കുന്നവര് അടുത്ത വലിയ സമയം വെക്കുന്നു, ഏറ്റവും ചെറിയ സമയം അവസാനം പറയുന്നു. അങ്ങനെയാണ് നമ്മുടെ ക്രമം. എന്നാൽ ഇംഗ്ലീഷിൽ ഏറ്റവും അവസാനമാണ് ഇവ വെക്കേണ്ടത് എന്ന് മനസ്സിലായി. ആ ഏറ്റവും അവസാനം വെക്കുമ്പോൾ തന്നെ അതിലാദ്യം ഏറ്റവും ചെറിയ സമയം, അവസാനത്തതില്ല, അവസാനം വെക്കുന്ന ടൈമിനെ കുറിച്ചുള്ള അഡ്വർബുകളിൽ ഏറ്റവും ചെറിയത് ആദ്യം, അതായത് അറ്റ് 10 o'clock. അതിന് ശേഷമാണ് എന്ത് വയ്ക്കേണ്ടത്? ഇൻ ദ മോർണിംഗ്. അപ്പോൾ അതിന് ശേഷമാണ്, അതിനേക്കാൾ കുറച്ച് വലുതാണ്, ദിവസം അതിനേക്കാൾ വലുതാണ്. അപ്പോൾ ഏറ്റവും അവസാനം യെസ്റ്റർഡേ എന്ന് വയ്ക്കുക. യെസ്റ്റർഡേ എന്നുള്ളത് നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ അവരിതിന് പകരം ലാസ്റ്റ് മോർണിംഗ് എന്നാണ് വയ്ക്കുക. അപ്പം ഞാൻ തർജ്ജമയ്ക്ക് വേണ്ടി അത് എടുക്കുന്നു, ഉദാഹരണമായി എടുക്കുന്നത് മാത്രം. അപ്പോൾ ഒരു വാചകം എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശദമാകും. ഞാൻ ബോർഡിൽ വാചകം എഴുതാം. ഒന്ന് ചെറിയ വാചകത്തിന് നമ്മൾക്ക് വലുതായി വരുമ്പോൾ നിങ്ങൾക്ക് അത് സംശയമില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വാചകം ഒന്ന് നോക്കുക. ഇതില് ഉദ്ഘാടനം ചെയ്യുന്നു, ഇതാണ് 2 അല്ലേ? ആ കാരണം നിങ്ങൾക്കറിയാം, അത് വെർബാണ്. ഇനി ആരത് ചെയ്ത്? മന്ത്രി. അത് 2 ആണെന്ന് നിങ്ങൾക്കറിയാം, 1 ആണെന്ന് അറിയാം നമുക്ക്. 2 അല്ല, 1 അല്ലേ? 1 ആണെന്ന് നിങ്ങൾക്കറിയാം. അത് എന്തുകൊണ്ടാണത്? അതാണ് സബ്ജക്റ്റ്. അതിൽ
പിന്നെ എന്താ ഉദ്ഘാടനം ചെയ്ത ഓബ്ജക്റ്റ്? ഇത് 3ആണെന്നറിയാം. ഇനി നമുക്ക് അതിലെന്തുണ്ട്? അഡ്വർബിൾ എന്താണ്? എവിടെയാണ് ആ പനമുക്കില്? അത് നമുക്കറിയാം. എന്ത്? അത് ആണ് 4. കാരണം അത് സ്ഥലത്തെ കുറിക്കുന്നതാ. പിന്നെ ഉള്ളത് സമയത്തെ കുറിച്ച്. എപ്പോഴാ? ഇന്നലെ. അങ്ങനെ 2 അഡ്വർബുകളാണ് ഉള്ളത്. അതിൽ ഞാൻ ചെറുതായിട്ട് ADV എന്ന് എഴുതാം. ADV ടൈം, ടി എന്ന് എഴുതാം, ടൈം. ഇത് ADV അഡ്വർബ് പ്ലേസ് പി ചെറുതാക്കി എഴുതിയിട്ടുണ്ട്. ഇനി നോക്കുക, ഇത് തർജ്ജമ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ക്രമം, ഇംഗ്ലീഷ് ക്രമത്തിൽ, ഇംഗ്ലീഷ് ക്രമത്തിൽ എഴുതണം അല്ലേ? ഈക്ര എന്ന് എഴുതിയിട്ട് ഇംഗ്ലീഷ് ക്രമം എന്താ? ആദ്യം 1 മന്ത്രി, 1. ഇനി എന്ത് വേണം? ഉദ്ഘാടനം ചെയ്തു അല്ലേ? മന്ത്രി എന്താണ് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തു. ഇത് സെക്കൻഡ്. 2 നമുക്കറിയാം ദന്തക്കാരെന്ന്. വെറും എപ്പോഴും രണ്ടാമത് വരിക. രണ്ടാമത് എന്ന് പറഞ്ഞാൽ ശേഷം. അതിന് ശേഷം വീണ്ടും എന്ത് വരും? ഇത് നൗൺ ഫ്രേസ്. അതുപോലെ പുതിയ പാലം, ന്യൂ അല്ല ഇംഗ്ലീഷ് പറഞ്ഞുപോയി. ഒരു പുതിയ പാലം, ഒരു പുതിയ പാലം. പുതിയ പാലം. 2 കളറിൽ ഇതിന് കാരണം ഇതാണ്. അത് രണ്ടും എന്താണ്? നീലയിൽ എഴുതി 2 എന്താണ്? നൗൺ ഫ്രേസ് NP ആണ്. അതുകൊണ്ട് ഞാൻ അതും തിരിച്ചറിയാൻ 2 NP. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞു വെർബ് കഴിഞ്ഞു ഒബ്ജക്റ്റ് കഴിഞ്ഞു. ഇനി എഴുതാനുള്ള എന്താണ്? അഡ്വർബുകൾ. അതിൽ ആദ്യം എഴുതേണ്ടത് സമയത്ത്. ഇതിലിപ്പോൾ മാനറിനെ കുറിക്കുന്നത്, രീതിയെ കുറിക്കുന്ന ഇല്ല. അതുകൊണ്ട് നമുക്ക് പ്ലേസിനെ കുറിക്കുന്ന ഉള്ളത്. അപ്പം അത് എഴുതാം. പനമുക്കിൽ, അത് 4. അത് പ്ലേസ് ആണ് അല്ലേ? HVV പ്ലേസ്. ഇനി അടുത്തത് ഏതാ? 5 ഇന്നലെ. അത് അഡ്വർബ് ടൈം അല്ലേ? ഇതാണ് നമ്മൾ പഠിച്ചത്. ട്രാൻസ്ലേഷൻ നമുക്ക് തന്നെ അറിയാം ഇല്ലേ? ആദ്യം നമ്മൾ മിനിസ്റ്ററിന്റെ ട്രാൻസ്ലേഷൻ എഴുതും. എന്നാ എഴുതുക? മന്ത്രിയുടെ മിനിസ്റ്റർ അല്ലേ? മന്ത്രിയുടെ മിനിസ്റ്റർ എഴുതി. ഇനി രണ്ടാമത് ഉദ്ഘാടനം ചെയ്യുന്നു. മൂന്നാമത് അതായത് ഇതിന്റെ ട്രാൻസ്ലേഷൻ നമുക്ക് എഴുതാം. ഉദ്ഘാടനം ചെയ്തു. എന്താ? ഇനോഗ്രേറ്റഡ്. ഇനോഗ്രേറ്റഡ് കഴിഞ്ഞു. അത് 2 കേട്ടോ, വെർബ്. ഇനി എന്താ അടുത്തെന്താ? 3. അത് ഓബ്ജക്റ്റ് ആണത് അല്ലേ? ഓബ്ജക്റ്റ് ആയിട്ടുള്ള ന്യൂ
bridge, a new bridge. അത് കഴിഞ്ഞു അല്ലേ? നമ്മൾ മൂന്നാമത്തെ ഓബ്ജക്റ്റ് എഴുതി അല്ലേ? NP ആണത്. ഇതും NP ആണ് അല്ലേ? 2 NPകൾ എഴുതി. 1. ഇനി നാലാമത് പനമുക്കിൽ എന്നതിൻ്റെ ഇതാണ്. എന്താ വരുന്നത്? ടൈം നോക്കിട്ട് അറ്റ് പ്ലേസ് പനമുക്കു. അപ്പോ യെസ്റ്റർഡേ ഇതാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. നമുക്കറിയാം. ഇതിപ്പോൾ നമ്മൾ പഠിച്ചാണ്. സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഏതേ സമയത്ത് ഇതില് ഇവിടെ തിര വരുന്നുള്ളൂ. ഇന്നലെ എന്ന് മാത്രമാണ് വരുന്നുള്ളൂ അല്ലേ? ഇന്നലെ. ആ സമയത്ത് നമ്മൾ അതിലാണ് ഇന്നലെ എന്ന് പറയും. ഇന്നലെ രാവിലെ 10 മണിക്ക് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ യെസ്റ്റർഡേ എന്നുള്ളതിന് ഒരെണ്ണത്തിന് പകരം ഇതില് ടൈമിനെ കുറിക്കുന്ന ഒരെണ്ണത്തിന് പകരം എങ്ങനെയുണ്ട് വിചാരിക്കുക? ഇന്നലെ രാവിലെ 10 മണിക്ക്, ഇന്നലെ രാവിലെ 10 മണിക്ക് മന്ത്രി പനമുക്കിൽ ഒരു പുതിയ പാലം ഉദ്ഘാടനം ചെയ്യുന്നതാണെങ്കിൽ അതില് ഇതിന് പകരം ഈ 5ാമത് വന്നുള്ളതിന് പകരം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ 5 പകരം ഇന്നലെ രാവിലെ 10 മണിക്ക് എന്നായിരുന്നെങ്കിൽ അപ്പൊ 3 അഡ്വർബ് വരും. ഇന്നലെ എന്നൊരു അഡ്വർബ്, പിന്നെ രാവിലെ എന്നൊരു അഡ്വർബ്, പിന്നെ 10 മണിക്ക് എന്നൊരു അഡ്വർബ്. അപ്പൊ 5ാമത്തെ വെർബ് ഒരെണ്ണത്തിന് പകരം 3 എണ്ണം വന്നിരിക്കുക. അതില് ഏറ്റവും വലുത് ഇന്നലെയാണ്. ഒരു ദിവസം മുഴുവനാ. രാവിലെ അതിൻ്റെ ഒരു ഭാഗമാണ്. രാവിലെയുടെ ഒരു ഭാഗമാണ് 10 മണിക്ക്. ഇതിനേക്കാൾ ചെറുത് ഇതിനേക്കാൾ ചെറുത് ഇത്. അപ്പൊ മലയാളത്തില് നമ്മൾ ഇതേ ഓർഡറാണ് കീപ്പ് ചെയ്യുക. ഇന്നലെ രാവിലെ 10 മണിക്ക് മന്ത്രി പനമുക്കിൽ ഒരു പുതിയ പാലം ഉദ്ഘാടനം ചെയ്തു എന്നായിരുന്നു. ഇതിന് പകരം ഇതായിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു? ഇന്നലേക്ക് പകരം ഇന്നലെയുടെ കൂടെ ഇന്നലെ രാവിലെ 10 മണിക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക ഇവിടെ. അപ്പൊ എങ്ങനെയായിരിക്കും വാചകം? മന്ത്രി. അപ്പൊ ഇത് ലാസ്റ്റ് തന്നെ ഇത് വെക്കേണ്ടത്. 5-ന് ഇപ്പോ 5, 1, 3 എണ്ണം ഉണ്ട് അല്ലേ? ഇതിൽ 3 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മള് അവസാനം കൊണ്ടിട്ടാണ് എഴുതുക. ഇത് ഇംഗ്ലീഷ് തർജ്ജമ ചെയ്യുമ്പോൾ ഇത് ആദ്യം എഴുതും. 5-ലിട്ട് 5-ൽ 1, 5-ൽ 2, 5-ൽ 3. ഇങ്ങനെയാണ് ക്രമം. ഫസ്റ്റിൽ തന്നെ യെസ്റ്റർഡേക്ക് ആദ്യം എങ്ങനെ എഴുതും? ഇന്നലെ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതും. ക്രമം ഇതായിരിക്കും. പനമുക്കിൽ ആദ്യം 10 മണിക്ക്, 10 മണിക്ക്. അത് കഴിഞ്ഞിട്ട് രാവിലെ, അത് കഴിഞ്ഞിട്ട് ഇന്നലെ. അന്ന ക്രമത്തിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരിക. ഇങ്ങനെ ഇന്നലേക്ക് പകരം ഇത്രയും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് 10 മണിക്ക് രാവിലെ ഇന്നലെ എന്നതിലാണ് തർജ്ജമ ചെയ്യുക. അപ്പൊ എങ്ങനെയായിരിക്കും ട്രാൻസ്ലേഷൻ വരിക? അറ്റ് 10 o'clock. അത് കഴിഞ്ഞിട്ട് ഇൻ ദ മോർണിംഗ്. yesterday
കാണില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ? യെസ്റ്റർഡേ. അപ്പൊ എന്താണ് ഇംഗ്ലീഷ് വെച്ചാല് മിനിസ്റ്റർ ഇനോഗ്രേറ്റഡ് എ ന്യൂ ബ്രിഡ്ജ് അറ്റ് പനമുക്ക് അറ്റ് 10 o'clock in the morning yesterday. അങ്ങനെയാണ് ഇംഗ്ലീഷ് വരിക. അപ്പൊ കറക്റ്റ് ട്രാൻസ്ലേഷൻ ആയി. അപ്പൊ വേറൊരു സംശയം എന്താണെങ്കിൽ, നിങ്ങൾക്ക് ചിലവരും ഇങ്ങനെ ചിലർ ചോദിക്കും, യെസ്റ്റർഡേ അങ്ങനെ ഇംഗ്ലീഷ് ഇൻ ദ മോർണിംഗ് യെസ്റ്റർഡേ എന്ന് പറയില്ല, ഇൻ ദ ലാസ്റ്റ് മോർണിംഗ് ഓർ ദ പ്രീവിയസ് മോർണിംഗ് എന്നൊക്കെ പറയുള്ളൂ. അത് ശരിയാണത്. പക്ഷെ ഞാൻ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലെ, അതായത് ഇംഗ്ലീഷും മലയാളം തമ്മിൽ ചെറിയ ചില സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യും ചെറിയൊരു മാറ്റങ്ങൾ വരും. പക്ഷെ നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് എന്ന നിലയിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ സ്വല്പം എന്താ പറയുക, ഇംഗ്ലീഷുകാരെ അത്ര ഭംഗിയുള്ള വളരെ ഇംഗ്ലീഷ് ആവില്ല, അർത്ഥം ശരിയായിരുന്നു, എന്നാലും എന്താ പറയുക അവരെ രീതിയിൽ പ്രയോഗ ശൈലി ഇല്ലാത്തതും എന്നേ വരുള്ളൂ, അത്ര മാത്രം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പേരിൽ വിമർശിക്കാൻ വരുന്നത് ഇതറിയാണ്ടല്ല, അത് ഇങ്ങനെ ട്രാൻസ്ലേഷൻ സൗകര്യത്തിന് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് വരിക. എങ്ങനെ? മിനിസ്റ്റർ ഇനോഗ്രേറ്റഡ് എ ന്യൂ ബ്രിഡ്ജ് അറ്റ് പനമുക്ക് അറ്റ് 10 o'clock in the morning yesterday. അതായത് ഇന്നലെ രാവിലെ 10 മണിക്ക് മന്ത്രി പനമുക്കിൽ ഒരു പുതിയ പാലം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ തർജ്ജമയാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ് പ്ലേസും. പനമുക്കിൽ എന്നുള്ളതിന് പകരം നമ്മൾ എന്തുണ്ട് വിചാരിക്കുക, തൃശ്ശൂർ ജില്ലയിൽ കണിമംഗലം വില്ലേജിൽ പനമുക്കിൽ എന്നായിരുന്നു വയ്ക്കുക. മന്ത്രി ഇങ്ങനെയാണ് വാചകം വിചാരിക്കുക, ഇന്നലെ രാവിലെ 10 മണിക്ക് മന്ത്രി തൃശ്ശൂർ ജില്ലയിൽ കണിമംഗലം വില്ലേജിൽ പനമുക്കിൽ ഒരു പുതിയ പാലം ഉദ്ഘാടനം ചെയ്തു എന്നായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇവിടെ നമ്മൾ പനമുക്കിൽ എന്ന സ്ഥലത്തെ കുറിക്കുന്ന ഒരു അഡ്വർബിന് പകരം 3 അഡ്വർബ്, ഏത് ജില്ലയിൽ എന്നതിനെ കുറിക്കുന്ന ഒരു അഡ്വർബ്, അതേപോലെ ഏത് വില്ലേജിലാണെന്ന് കുറിക്കുന്ന ഒരു അഡ്വർബ്, പിന്നെ ഈ പനമുക്കിൽ എന്ന സ്ഥലത്തിന് അഡ്വർബും ഉണ്ടാക്കി. അങ്ങനെ 3 എണ്ണം ചേർന്ന അഡ്വർബാണ് ഈ പനമുക്കിൽ എന്ന സ്ഥലത്തെ കുറിക്കുന്ന അഡ്വർബ് പകരം എന്ന് വരികിൽ എങ്ങനെ ട്രാൻസ്ലേറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് ഒരെണ്ണത്തിന് പകരം സ്ഥലത്തെ കുറിക്കുന്ന അഡ്വർബ് ഒരെണ്ണം അല്ല 3 എണ്ണം വരുന്നുവെങ്കിൽ എങ്ങനെ വെക്കണമെന്ന് വെച്ചാല്, ജില്ലയല്ലേ ഏറ്റവും വലിയ സ്ഥലം, ആ ജില്ലയെ കുറിക്കുന്നത് ആണ് നമ്മൾ ആദ്യം വെക്കുക മലയാളത്തിൽ, പിന്നെയാണ് വേറെ വില്ലേജ് വെക്കുക, അത് പിന്നെയാണ് ചെറിയ സ്ഥലം വെക്കുക. പക്ഷെ ഇംഗ്ലീഷിൽ റിവേഴ്സ് ഓർഡറിലാണ് വെക്കുക. അപ്പൊ ഇതില് അതായത് ഏറ്റവും ചെറിയ സ്ഥലം പനമുക്ക്, അതിലും വലുതാണ് വില്ലേജ്, അതിലും വലുതാണ് ജില്ല. അപ്പൊ നമ്മൾ ഈ ഏറ്റവും ചെറുത് സ്ഥലത്തെ കുറിക്കുന്ന ടൂർബ് ഏറ്റവും ആദ്യം വെക്കണം. അതായത് പ്ലേസിനൊരു സ്ഥാനം ഉണ്ടല്ലോ, ആ സ്ഥാനത്ത് ആദ്യം വെക്കുക ഏറ്റവും ചെറിയ സ്ഥലത്തെ കുറിക്കുന്നത്, അത് അറ്റ് പനമുക്ക്. പിന്നെ വെക്കുക ഏത് വില്ലേജിൽപ്പെട്ടാണ് പനമുക്ക്, ഇന്ന് കണിമംഗലം വില്ലേജ്, ഏത് ജില്ലയിലാണ്, തൃശ്ശൂർ ജില്ല വിചാരിക്കുക, അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ അങ്ങനെ വയ്ക്കുക. അപ്പൊ ഇങ്ങനെയായിരുന്നു വിചാരിക്കുക, ഇന്നലെ രാവിലെ 10 മണിക്ക് മന്ത്രി തൃശ്ശൂർ ജില്ലയിൽ കണിമംഗലം വില്ലേജിൽ പനമുക്കിൽ ഒരു പുതിയ പാലം ഉദ്ഘാടനം ചെയ്തു എന്നാണെങ്കിൽ, അങ്ങനെ ഒരു വാചകമാണെങ്കിൽ അപ്പൊ നമുക്ക് സ്ഥലത്തെ കുറിക്കുന്നതിന് 3 എണ്ണം ഉണ്ട്, അതുപോലെ സമയത്തെ കുറിക്കുന്ന 3 ഉണ്ട്. അപ്പോ ഇത് കഴിഞ്ഞ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത് പുതിയ പാലം കഴിഞ്ഞിട്ടാണ് അഡ്വർബ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ സ്ഥലത്തെ കുറിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറ്റും പനമുക്കിൽ നിന്ന് വയ്ക്കുക. പിന്നെ അതിലും വലുത് ഏതാ, ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട്, അത് പിന്നെ അതിലും വലുത് വയ്ക്കുക, ഏത് കണിമംഗലം വില്ലേജ് വയ്ക്കുക. അതിനുശേഷം തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ളതിനെ വയ്ക്കുക. അതുപോലെ ഇപ്പോൾ ടൈമിൻ്റെ ഇതേപോലെയും വയ്ക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒന്ന് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എഴുതുമ്പോൾ കുറേ സമയം പോകും. അതായത് മിനിസ്റ്റർ ഇനോഗ്രേറ്റഡ് എ ന്യൂ ബ്രിഡ്ജ് അറ്റ് പനമുക്ക്
in Kanimangalam village in Thrissur district at 10 o'clock in the morning yesterday. അങ്ങനെയാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കുറേ ഉദാഹരണങ്ങളൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഈ കാര്യമൊന്നും നിങ്ങൾ മനസ്സിരുത്തിയാൽ മതി. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ കൺഫ്യൂഷനായി പോകുമോ എന്നൊരു പേടി എനിക്ക് സാധാരണ അങ്ങനെ ഒരു പതിവാണ്. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇന്ന് നിർത്തുകയാണ്. നമുക്ക് കുറച്ചും കൂടിയൊക്കെ പഠിക്കാനുണ്ട് അടുപ്പനെ കുറിച്ച്. അതുപോലെ ജനറലായിട്ട് കുട്ടികൾ ചോദിച്ച ചില സംശയങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. എനിക്ക് ഇതിൽ ചില സംശയങ്ങളൊക്കെ ചില ചോദിച്ചിരുന്നു മുൻപത്തെ ക്ലാസ്സുകളിലാണ്. പക്ഷെ ഇപ്പോഴാണ് വിശദീകരിക്കാൻ പറ്റിയ സമയം. അതുകൊണ്ട് ഞാൻ അതൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ഞാൻ നമുക്കിന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മറ്റൊരു കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിലെ അഭ്യാസങ്ങളുടെ ഉത്തരങ്ങൾ ഒരുവിധം എല്ലാം ഈ വീഡിയോടൊപ്പം ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ശേഷിക്കുന്നവ ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അത് വരയ്ക്ക് വിടാം. നന്ദി, നമസ്കാരം, ബൈ.